ചേട്ടാ സിനിമ കണ്ട് കാണുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും കൂലി ദർശനം കണ്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശോകമാണ്. ശോകം. ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് നല്ലൊരു ഹൈ മൊമെൻറ്റ്സ് തരാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ലോകേഷിൻ്റെ ഒരു പണ്ണലല്ല, ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് സിനിമയിൽ ഉടനീളം എനിക്ക് തോന്നിയത്. കാരണം ഇനി പുള്ളി അസിസ്റ്റൻറ്റ് ഡയറക്ടർ വെച്ചിട്ട് ചെയ്തതാണോ എന്തെന്നറിയില്ല. കഥയ്ക്കാണെങ്കിൽ ഭയങ്കര രീതിയിലൊരു ഫ്രഷ്നെസ്സോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊരു എന്താ പറയുക ഉദ്യോഗജനകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവസാനം എത്തുമ്പോഴത്തേക്ക് ഇത് ഒരു 100% കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പല രംഗങ്ങളും. അതായത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഇയാളെന്തിനും ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ രീതിയിലുള്ള ഒരു ലോജിക്ക് വരുന്നില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് ലോകേഷ് പറഞ്ഞത് ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ എഴിച്ച് നിന്ന് കൈയടിക്കുമെന്ന് എന്തൊക്കെ ചെയ്യുമെന്ന് തോന്നി. ഇതൊരു സാധാരണ സിനിമയിലൊരു സാധാരണ ഇതായിരുന്നു. ഇൻ്റർവെൽ പഞ്ചെന്ന് പറയാനോ ഒന്നും കാര്യങ്ങളും ഇല്ലായിരുന്നു. സെക്കൻഡ് ഹാഫിലെങ്കിലും കുറച്ചുകൂടെ ഒന്ന് സ്പീഡപ്പായി പോകും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചു. പക്ഷേ വലിയ രീതിയിലൊന്നും സംഭവിച്ചില്ല. അവസാനം നമ്മൾ കുറച്ച് അവസാനം ഉപേന്ദ്രയുടെ എൻട്രിയും പിന്നെ അമീർ ഖാൻ്റെ എൻട്രിയൊക്കെ വരുമ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് ഒരു എന്താ പറയുക ഒരു ശ്വാസം കിട്ടുന്ന രീതിയിൽ വരുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും കഥയുടെ ഒരു 90% നമുക്കൊരു പിന്നെ ഒരു പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് യാതൊന്നും കാര്യങ്ങളൊന്നും പിന്നെ അങ്ങ് സിനിമ ഓഫർ ചെയ്യുന്നില്ല. അപ്പോൾ ആകെ മൊത്തം ഒരു അമീർ ഖാൻ തന്നെ വന്നിട്ട് നല്ല രീതിയിൽ പിന്നെ ആകെപ്പാടെ പറയാനുള്ളത് ഉപേന്ദ്രയും രജനീകാന്തിൻ്റെയും കുറച്ച് പോർഷൻസ് അവർ സ്ക്രീനിൽ ഒരുമിച്ച് കാണുമ്പോൾ കുറച്ച് ഗ്രേസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റു നടന്മാരും ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അമീർ ഖാൻ്റെയൊക്കെ ഒരുമിച്ച് വരുന്നുള്ളൊരു പോർഷൻസൊക്കെ സ്ക്രീനിൽ കാണുന്ന നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനം ചില കഥാപാത്രങ്ങളൊക്കെ മല പോലെ വന്ന് എലി പോലെ ആയിപ്പോയതുപോലത്തെ ഒരു ഫീൽ ആയിട്ട് ഇങ്ങനെ ആകെ മൊത്തം ഒരു ശോകം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും.